ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 വൗച്ചേഴ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോൺട്രാ, പേയ്മെന്റ്, റെസിപ്റ്റ്, ജേണൽ വൗച്ചർ. അപ്പൊ ഇന്ന് നമുക്ക് പർച്ചേസ് ആദ്യം എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ പർച്ചേസ് വൗച്ചർ എടുത്തു കഴിഞ്ഞാല് പർച്ചേസിൽ നമുക്ക് 3 മോഡ് കിട്ടും. ആ 3 മോഡ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം കാണിക്കാം. അതിനാണ് റൈറ്റ് സൈഡിൽ ചേഞ്ച് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. കൺട്രോൾ H ആണ് അതിന്റെ ഷോർട്ട് കീ. അപ്പൊ ചേഞ്ച് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ടിങ് ഇൻവോയ്സ്, ആസ് വൗച്ചർ. അപ്പൊ ഐറ്റം ഇൻവോയ്സ് ആണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പൊ ഐറ്റം ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ക്രീന് വരിക. ഇതില് പാർട്ടി അക്കൗണ്ട് നെയിം, പർച്ചേസ് ലെഡ്ജർ, നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഒക്കെ കാണാം. ഐറ്റംസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മോഡിലാണ് ചെയ്യുക. ഇനി ഇത് കൂടാതെ നമുക്ക് 2 മോഡും കൂടി ഉണ്ട്. അതാണ് അക്കൗണ്ടിങ് ഇൻവോയ്സും ആസ് വൗച്ചറും. അതായത് ഐറ്റംസ് ഇല്ലാതെ നമ്മൾ എമൗണ്ട് ആയിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അക്കൗണ്ടിങ് ഇൻവോയ്സിൽ ചെയ്യാം, അല്ല എങ്കിൽ ആസ് വൗച്ചറിൽ ചെയ്യാം. ആസ് വൗച്ചർ ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഇങ്ങനെയാണ് വരിക. അത് ഡെബിറ്റ്, ക്രെഡിറ്റ് ഒക്കെയാണ്. ഇതിൽ നമ്മൾ എൻട്രി ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു മോഡിലാണ് ചെയ്യുക. അപ്പൊ എൻട്രി ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് ഒരിക്കലും ഓട്ടോമാറ്റിക് ആയിട്ട് വരില്ല. നമ്മൾ തന്നെ മാനുവൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം നമുക്കൊരു മോഡും കൂടി ഉണ്ട്. അതാണ് അക്കൗണ്ടിങ് ഇൻവോയ്സ്. അപ്പൊ അക്കൗണ്ടിങ് ഇൻവോയ്സിൽ ചെയ്യുമ്പോൾ ഈ ടാക്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഐറ്റംസിന്റെ പർച്ചേസ് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അക്കൗണ്ടിങ് ഇൻവോയ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ എന്താ കൊടുക്കാനുള്ളത്? സപ്ലയർ ഇൻവോയ്സ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ബിൽ നമ്പർ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് പാർട്ടി അക്കൗണ്ട് നെയിം ആണ്. അപ്പൊ നമ്മൾ ആരെടുത്തുനിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ പേരാണ് പാർട്ടി അക്കൗണ്ട് നെയിം ആയിട്ട് കൊടുക്കേണ്ടത്. അത് ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ മാത്രമേ പാർട്ടിയുടെ പേര് പാർട്ടി അക്കൗണ്ട് നെയിമിൽ കൊടുക്കാൻ പാടുള്ളൂ. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. ഇനി ചെക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ആണ് പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ കൊടുക്കേണ്ടത്. ഇങ്ങനെ മാറും. അപ്പൊ ഞാനിവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാർട്ടിയുടെ പേര് ഇവിടെ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ്. പാർട്ടിയുടെ ഗ്രൂപ്പ് വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഇനി ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ആ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ നിർബന്ധമായിട്ടും എസ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പാർട്ടിയുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസിന്റെ ബില്ല് കറക്റ്റ് ആയിട്ട് കാണിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം ഈ പാർട്ടിയുടെ എമിറേറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പാർട്ടിയുടെ TRN നമ്പർ കറക്റ്റ് കൊടുക്കണം. അപ്പൊ വാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി ആണെന്നുണ്ടെങ്കിൽ 15 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കണം. ഇനി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ റെസിപ്റ്റ് ഡീറ്റെയിൽസ്, ഓർഡർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു സ്ക്രീന് വരും. ഇതിൽ നമുക്കിപ്പോ ഒന്നും ഫില്ല് ചെയ്യാനൊന്നുമില്ല. പർച്ചേസ് ഓർഡർ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഇതിലൊന്നും കൊടുക്കണ്ട. അടുത്തത് പാർട്ടി ഡീറ്റെയിൽസിൽ പാർട്ടിയുടെ പേരും എമിറേറ്റും കൺട്രി ഒക്കെ കാണിക്കും. നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളതാണ് അവിടെ കാണിക്കുന്നത്. എൻ്റർ ചെയ്ത് വരാം. ദെൻ താഴെ പർട്ടിക്കുലേഴ്സ്. അപ്പൊ നമ്മളിവിടെ പാർട്ടിനെ കൊടുത്തു. ഇനി നമുക്ക് എന്തൊക്കെയാ കൊടുക്കാനുള്ളത്? പർച്ചേസ് അക്കൗണ്ട് കൊടുക്കണം. അല്ലെ, നമ്മൾ പർച്ചേസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വാറ്റും കൂടി ഉണ്ട് എങ്കിൽ നമ്മളിവിടെ ഇൻപുട്ട് വാറ്റും കൂടി കൊടുക്കണം. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സിന് ഇൻപുട്ട് ആയിട്ടും സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സിന് ഔട്ട്പുട്ട് ആയിട്ടുമാണ് കാണിക്കുക. അപ്പൊ ഇവിടെ ഇൻപുട്ട് വാറ്റ് ആണ്, സെയിൽ ചെയ്യുമ്പോൾ അത് ഔട്ട്പുട്ട് വാറ്റും ആണ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നെയിം നമുക്ക് കൊടുക്കാം പർച്ചേസ്. പർച്ചേസിന്റെ അണ്ടർ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ്. അണ്ടർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇനി ഇതിൽ നമ്മളോട് ഇവിടെ ഇൻവെന്ററി വാല്യൂസ് ആർ എഫക്റ്റഡ്, അതായത് ഈ പർച്ചേസിന് നമുക്ക് ഇൻവെന്ററിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് എസ് കൊടുക്കേണ്ടതുള്ളൂ. നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ സ്റ്റോക്ക് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ നോ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ നോ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റോക്ക് ഒന്നും വെച്ചിട്ടുള്ളത് ചെയ്യണില്ല, അതുകൊണ്ടാണ് ഞാൻ നോ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിൽ ടാക്സ് ഉണ്ടോ? ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സബിൾ കൊടുക്കുക. ടാക്സ്
ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ നോട്ട് വാറ്റബിൾ ഉണ്ട്. ഇനി എക്സംപ്റ്റ് ആണെങ്കിൽ എക്സംപ്റ്റ് കൊടുക്കുക, സീറോ റേറ്റഡ് ആണെങ്കിൽ അതും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ടാക്സ് വെച്ചിട്ടുള്ള പർച്ചേസ് ആണ് ചെയ്ത് കാണിക്കുന്നത്. ടാക്സബിൾ കൊടുത്തു, ടാക്സ് റേറ്റ് 5%. ടൈപ്പ് ഓഫ് സപ്ലൈ നമുക്ക് ഇവിടുന്ന് ഗുഡ്സ് കൊടുക്കുക, ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നേരെ നമുക്ക് എമൗണ്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ഞാനിപ്പോ 1 ലക്ഷമാണ് എമൗണ്ട് കൊടുക്കുന്നത്, 1 ലക്ഷം. തൊട്ട് താഴെ തന്നെ നമുക്ക് ഇനി എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ഇവിടുന്ന് ടാക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടാക്സ് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് വാറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുക. അപ്പൊ പേര് ഇൻപുട്ട് വാറ്റ് എന്ന് കൊടുക്കാം. അണ്ടർ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് വരുന്നത്. ഗ്രൂപ്പ് കൊടുത്തു. പിന്നെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് ചോദിക്കും, അതിൽ നമ്മൾ വാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ റൗണ്ടിങ് മെത്തേഡ് ഉണ്ട്. റൗണ്ടിങ് മെത്തേഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ടുകൾ കാണിക്കുമല്ലോ, അത് നമ്മൾ കറക്റ്റ് റൗണ്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ടിങ് മെത്തേഡ്. അപ്പൊ അതിൽ ഡൗൺവാർഡ് റൗണ്ടിങ് ഉണ്ട്, നോർമൽ ഉണ്ട്, അപ്വാർഡ് റൗണ്ടിങ് ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാതെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇവിടെ നമ്മളിപ്പോ നോട്ട് അപ്ലിക്കബിൾ ആണ് കൊടുക്കുന്നത്, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ടാക്സ് വന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നു. 1 ലക്ഷത്തിന്റെ 5% എന്ന് പറയുമ്പോൾ 5000 ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. അപ്പൊ സേവ് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വരും. അതില് അഡ്വാൻസ്, അഗെയിൻസ് റഫ്, ന്യൂ റഫ്, ഓൺ അക്കൗണ്ട് ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ന്യൂ റഫ് ആണ്. കാരണം ഈ പാർട്ടിയുമായിട്ട് നമ്മളൊരു പുതിയ ബില്ലായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ന്യൂ റഫ് ആണ്. റിട്ടേണോ പേയ്മെന്റോ വരുമ്പോഴാണ് അഗെയിൻസ് റഫ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ന്യൂ റഫ് കൊടുത്തു. ബിൽ നമ്പർ അവിടെ വന്നിട്ടുണ്ട്, എമൗണ്ട് വന്നിട്ടുണ്ട്. ദെൻ നരേഷൻ കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് കൊടുക്കാം. അപ്പൊ ആ ഒരു പർച്ചേസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളൊരു റിട്ടേൺ ആണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇവിടുന്ന് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് നോട്ട് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടുന്ന് അതർ വൗച്ചർ എടുത്തു. F10 അതർ വൗച്ചേഴ്സിൽ ഡെബിറ്റ് നോട്ട് ഓപ്പൺ ചെയ്യാം. ഡെബിറ്റ് നോട്ടിൽ നമുക്ക് ആദ്യം കൊടുക്കാനുള്ളത് പാർട്ടി അക്കൗണ്ട് നെയിം ആണ്. അപ്പൊ നമ്മൾ പാർട്ടിയുടെ പേര് അവിടെ കൊടുത്തു. ഇനി ഇതിൽ താഴെ ഒറിജിനൽ ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ചോദിക്കും. അപ്പൊ ഇവിടെ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ നമ്മൾ കൊടുക്കണം, എന്നാലേ വാറ്റിന്റെ റിപ്പോർട്ടിൽ കറക്റ്റ് വരുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കാം. നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത ബിൽ നമ്പർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. കാരണം ആ ബില്ല് പ്രകാരമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് പിന്നെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഇനി പാർട്ടി ഡീറ്റെയിൽസിൽ പാർട്ടിയുടെ പേരും ഡീറ്റെയിൽസും. അത് കഴിഞ്ഞ് നമുക്ക് ഈ പർട്ടിക്കുലേഴ്സിൽ ഇനി എന്ത് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പർച്ചേസ് റിട്ടേൺ നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പർച്ചേസ് റിട്ടേണിന്റെ അണ്ടർ വരുന്നത് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. അണ്ടർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ ടാക്സബിൾ ആണ് 5%. ഗുഡ്സ് കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു 25,000-നാണ്. എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ ടാക്സ് കൊടുക്കണം, ഇൻപുട്ട് വാറ്റ്. അപ്പൊ ടാക്സിന്റെ എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴെ പ്രൊവൈഡ് വാറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പൊ ഇത് നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മളോട് ഇതേപോലെ ആ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കൊടുത്തത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും, ഡേറ്റ് വന്നോളും. പിന്നെ റീസൺ ഫോർ റിട്ടേൺ, എന്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതിന്റെ റീസൺ ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോ അത് നോട്ട് അപ്ലിക്കബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ് വരും. അപ്പൊ ഇതിൽ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അഗെയിൻസ് റഫ വന്നു. കാരണം നമ്മൾ മുന്നേ പർച്ചേസ് ചെയ്ത ബില്ല് പ്രകാരം തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഈ പാർട്ടിയുടെ ബില്ല് കറക്റ്റ് അവിടെ കാണിക്കും. കണ്ടോ, നേരത്തെ പർച്ചേസ് ചെയ്ത ബിൽ നമ്പർ, അതുപോലെ ഡേറ്റും എമൗണ്ടും അവിടെ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് നമുക്ക് നരേഷൻ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസും പർച്ചേസ് റിട്ടേണും ചെയ്യാം. ഇനി ഇയാൾക്ക് നമുക്കൊന്ന് പേയ്മെന്റ് കൊടുത്തു നോക്കാം. അപ്പൊ പേയ്മെന്റ് വൗച്ചർ ആണ് നമ്മളിവിടെ അടുത്തത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാൾ നമ്മൾ ഡെബിറ്റിൽ എന്താ കൊടുക്കണ്ടേ? പാർട്ടിയുടെ പേരാണ്. റിഫ ഇലക്ട്രോണിക്സ് പാർട്ടിനെ കൊടുത്തു. അപ്പൊ ഇയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കറക്റ്റ്, റിട്ടേൺ എമൗണ്ട് ലെസ് ആയിട്ട് ബാക്കിയുള്ള എമൗണ്ട് കറക്റ്റ് വന്നോളും. 78,750 ആണ്. അപ്പൊ നമുക്ക് ആ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാം. വീണ്ടും ഇവിടെ എന്ത് ചെയ്യും? മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ് വരും. അതിലും എന്തെന്നെയാണ്? അഗെയിൻസ് റഫ് തന്നെയാണ്. മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്ത ബിൽ നമ്പർ, ഡേറ്റ്, ബാലൻസ്, എമൗണ്ട് ഒക്കെ അതിൽ കാണിക്കും. ക്രെഡിറ്റിൽ നമുക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കൊടുക്കുക.
അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസിൽ ഇൻസ്ട്രുമെന്റ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് കൊടുക്കാം. നരേഷൻ കൊടുക്കാം. then accept ചെയ്യാം. ഇപ്പൊ നമ്മൾ അയാൾക്ക് പേയ്മെന്റും കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ അടുത്തത് ഒരു സെയിൽ ആണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഞാനിത് സെയിൽസ് വൗച്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സെയിൽസിലും ഇതുപോലെ തന്നെ 3 മോഡും ഉണ്ടായിരിക്കും. ഐറ്റം ഇൻവോയ്സ്, അക്കൗണ്ടിങ് ഇൻവോയ്സ്, ആസ് വൗച്ചർ. അത് നമ്മൾ നേരത്തെ പർച്ചേസിന് പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഐറ്റംസ് ആണെങ്കിൽ ഐറ്റം ഇൻവോയ്സ്, എമൗണ്ട് ആയിട്ടാണ് സെയിൽ ചെയ്യണിച്ചാൽ ഒന്നെങ്കിൽ അക്കൗണ്ടിങ് ഇൻവോയ്സിൽ ചെയ്യാം, അല്ലെങ്കിൽ ആസ് വൗച്ചറിൽ ചെയ്യാം. ആസ് വൗച്ചറിൽ ചെയ്യുമ്പോൾ ടാക്സിന്റെ എമൗണ്ട് ഒന്നും ഓട്ടോമാറ്റിക് ആയി വരില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനേക്കാൾ എളുപ്പം ഇതിൽ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് ഇൻവോയ്സിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം റെഫറൻസ് നമ്പറിൽ ബിൽ നമ്പർ കൊടുത്തു നോക്കാം. ഇവിടെ നമുക്കൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാർട്ടിനെ പേര് കൊടുക്കാം. ഇവിടെ പാർട്ടിയുടെ ഗ്രൂപ്പ് വരുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. നമ്മൾ സെയിൽ ചെയ്യണ നമ്മുടെ കസ്റ്റമർ ആണ്. ഇനി ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് എസ് കൊടുക്കണം, എമിറേറ്റ് കൊടുക്കണം, അതുപോലെ TRN നമ്പർ. ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ ഡിസ്പാച്ച് ഡീറ്റെയിൽസ്, ഓർഡർ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടതില്ല, എൻ്റർ ചെയ്ത് വരിക. പാർട്ടി ഡീറ്റെയിൽസിൽ പാർട്ടിയുടെ പേരും ഡീറ്റെയിൽസും ഉണ്ടാവും. താഴെ നമുക്ക് സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സെയില് അണ്ടർ സെയിൽ അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെന്ററിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് യെസ് കൊടുത്താൽ മതി, അല്ല എങ്കിൽ നോ കൊടുക്കുക. പിന്നെ ടാക്സബിൾ 5% ഗുഡ്സ്. ഇനി എമൗണ്ട് കൊടുക്കുക. നമ്മളിവിടെ 1,50,000-നാണ് സെയിൽ ചെയ്യണത്. തൊട്ട് താഴെ ഇനി എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ടാക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ ഉണ്ട്. ഒന്നുകിൽ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്രിയേറ്റ് കാണാം, അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് Alt+C. അപ്പൊ നമ്മളിവിടെ ഔട്ട്പുട്ട് വാറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഔട്ട്പുട്ട് വാറ്റ് അണ്ടർ വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. അതിൽ വാറ്റ് കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിന്റെ എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഇനി എൻ്റർ ചെയ്ത് വരിക. ഇതിൽ നേരത്തെ പോലെ തന്നെ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വരും. അതിൽ ന്യൂ റഫ് ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഇപ്പൊ 1 ആണ്. അതായത് ഇതാണ് ബിൽ നമ്പർ 1 എന്നുള്ളതാണ് അവിടെ വരിക. അപ്പൊ നമുക്ക് ഈ റെഫറൻസ് നമ്പർ ആണ് ഇവിടെ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ അടിച്ചു കൊടുക്കണം. ഇനി ബിൽ നമ്പർ എങ്ങനെയാണ് സെയിൽസിന് സെറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. നരേഷൻ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സെയിൽ ചെയ്തു. ഇതുപോലെ നമുക്കിനി ഒരു റിട്ടേൺ ചെയ്ത് നോക്കാം. നമ്മൾ F10 അതർ വൗച്ചർ എടുത്തു. അതില് ക്രെഡിറ്റ് നോട്ട് ആണ് നമ്മൾ സെയിൽസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പാർട്ടിയുടെ പേര് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിൽ നേരത്തെ പോലെ തന്നെയാണ് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ സെയിൽസിന്റെ ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരുന്നില്ലേ, അത് ഇവിടെ അടിച്ചു കൊടുക്കുക. ഡേറ്റഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇവിടെ സെയിൽസ് റിട്ടേൺ ആണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ പേര് കൊടുക്കുക, സെയിൽസ് റിട്ടേൺ. അണ്ടർ വരുന്നത് സെയിൽ അക്കൗണ്ട് തന്നെയാണ്. അണ്ടർ കൊടുക്കുക, ടാക്സബിൾ 5% ഗുഡ്സ്. ഇതിൽ നമ്മൾ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പോണത് 20,000 ആണ്. തൊട്ട് താഴെ നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ടാക്സിന്റെ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലും പ്രൊവൈഡ് വാറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, പിന്നെ റീസൺ ഫോർ റിട്ടേൺ ഒക്കെ ചോദിക്കുന്നുണ്ട്. കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അഗെയിൻസ്റ്റ് റെഫറൻസ്, ദെൻ നരേഷൻ കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി കസ്റ്റമറെ അടുത്ത് നമുക്ക് എമൗണ്ട് ഒന്ന് റിസീവ് ചെയ്ത് നോക്കാം. റിസിപ്റ്റ് എടുക്കുക. ക്രെഡിറ്റിൽ നമ്മൾ കസ്റ്റമറെ പേര് കൊടുത്തു. ഈ കസ്റ്റമർ തരാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഫുൾ സെറ്റിൽമെന്റ് ആണ് കൊടുക്കുന്നത്. അഗെയിൻസ്റ്റ് റെഫറൻസ്, ഡെബിറ്റിൽ നമുക്ക് ബാങ്ക് ആണെങ്കിൽ ബാങ്ക് കൊടുക്കുക, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക, ചെക്ക് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പർച്ചേസ് റിട്ടേൺ, പേയ്മെന്റ്, സെയിൽസ് റിട്ടേൺ, പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിപ്പോർട്ടുകളായിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ബാലൻസ് ഷീറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്തു. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് Alt F1 കൊടുക്കാം. അപ്പൊ
ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് 2750. സൺഡ്രി ക്രെഡിറ്റേഴ്സും സൺഡ്രി ഡെപ്റ്റേഴ്സും ഒന്നും എമൗണ്ട് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഫുൾ സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ക്യാഷും ബാങ്കും മാത്രമേ ഉള്ളൂ. ക്യാപിറ്റലും സാലറി പേയബിൾ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ ഈ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഔട്ട്പുട്ട് വാറ്റും ഇൻപുട്ട് വാറ്റും നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇൻപുട്ട് വാറ്റ് 3 സംതിങ്ങും ഔട്ട്പുട്ട് വാറ്റ് 6 സംതിങ്ങും ആണ്. ഇനി നമ്മൾ ഇവിടുന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000 കാണാനുണ്ട്. അതന്നെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് Alt F1 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ പർച്ചേസ് റിട്ടേൺ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ സെയിൽസ് റിട്ടേൺ കാണാം. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പർച്ചേസിന്റെ എമൗണ്ട് ഇപ്പൊ 75,000 ആണ്, സെയിലിന്റെ എമൗണ്ട് 1,30,030 ആണ്. അത് റിട്ടേൺ ലെസ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40,000 ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ വാറ്റിന്റെ റിപ്പോർട്ടാണ്. വാറ്റിന്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക. അതിൽ നമുക്ക് വാറ്റ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ വാറ്റ് 201 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള പർച്ചേസിന്റെയും സെയിൽസിന്റെയും കറക്റ്റ് റിപ്പോർട്ട് ഇവിടെ കാണാം. ഒരു റിപ്പോർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ അൺസർട്ടൈൻ ട്രാൻസാക്ഷൻസ് ബ്രാക്കറ്റിൽ കറക്ഷൻസ് നീഡഡ് കാണാം. അത് 0 ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ ഇൻഫർമേഷൻ റിക്വയർഡ് എന്നുള്ളതും 0 ആയിട്ടുണ്ടോ നോക്കുക. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഔട്ട്വാർഡ് സപ്ലൈ കാണാം. അപ്പൊ കണ്ട സെയിൽസിന്റെ ആണ് ഔട്ട്വാർഡ് 1,30,000, സെയിൽ എമൗണ്ട് 6,500 ആണ് ടാക്സ്. അതുപോലെ പർച്ചേസ് ആണ് ഇൻവാർഡ് 75,000, പർച്ചേസ് 3,750. അപ്പൊ നമുക്ക് ബാലൻസ് ഷീറ്റിൽ കിട്ടിയ എമൗണ്ടും ഇവിടെ കിട്ടിയ എമൗണ്ടും സെയിം ആയിരിക്കണം. രണ്ടോടത്തും 2 എമൗണ്ട് ആവരുത്. അപ്പൊ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ഇവിടെ പേയബിൾ കാണാം. 2,750 ആണ് നമ്മൾ ഗവൺമെന്റിക്ക് അടക്കാനുള്ളത്. അപ്പൊ ഔട്ട്പുട്ട് ആണ് ഇവിടെ കൂടുതൽ, 6,500 ഉണ്ട്. ഇൻപുട്ട് 3 സംതിങ് ഉള്ളു. അപ്പൊ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ പേയബിൾ. ഇനി ഔട്ട്പുട്ട് കുറവും ഇൻപുട്ട് കൂടുതലും ആണെങ്കിൽ ഇവിടെ റീഫണ്ടബിൾ എന്നാണ് കാണിക്കുക. ഏറ്റവും താഴെ ബാലൻസ് വാറ്റ് പേയബിൾ കാണാം 2,750. അപ്പൊ ആദ്യം നമ്മൾ ഈ വാറ്റിന്റെ എമൗണ്ട് എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യണം, എന്നിട്ട് വേണം ഗവൺമെന്റിക്ക് അടക്കാന്. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിന്റെ എമൗണ്ടും ഇൻപുട്ടിന്റെ എമൗണ്ടും നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിൽ ഇൻപുട്ടിന്റെ എമൗണ്ട് 3,750 ആണ്, ഔട്ട്പുട്ട് 6,500 ആണ്. എന്നിട്ട് നമ്മൾ നേരെ ജേണൽ വൗച്ചറിക്കാണ് വരുന്നത്. വൗച്ചേഴ്സ് എടുത്തു, ജേണൽ എടുത്തു. ഡെബിറ്റിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഔട്ട്പുട്ട് വാറ്റ് ആണ്. അതായത് ഔട്ട്പുട്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പേയബിൾ ആണെങ്കിലും റീഫണ്ടബിൾ ആണെങ്കിലും ഔട്ട്പുട്ട് വാറ്റ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എമൗണ്ട് അതിന്റെ കറണ്ട് ബാലൻസിൽ നോക്കിയാൽ മതി, 6,500 ആണ്. ദെൻ ക്രെഡിറ്റിൽ നമുക്ക് ഇൻപുട്ട് വാറ്റ് കൊടുക്കുക. അപ്പൊ അതിന്റെ എമൗണ്ട് ഒരിക്കലും നമ്മൾ കറണ്ട് ബാലൻസ് നോക്കരുത്. അതിനാണ് ഞാൻ റിപ്പോർട്ടിൽ നിന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ 3,750 ആണ് ഇൻപുട്ട് വാറ്റിന്റെ എമൗണ്ട്. അപ്പൊ ഇത് രണ്ടും ഇവിടെ 0 ആയിട്ടുണ്ട്. ഔട്ട്പുട്ടും ഇൻപുട്ടും 0 ആവണം. ബാക്കി വരുന്നത് ക്രെഡിറ്റിൽ നമ്മൾ വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന്റെ അണ്ടർ വരുന്നത് കറണ്ട് ലാബിലിറ്റി ആണ്, കാരണം നമ്മൾ ഗവൺമെന്റിക്ക് അടക്കാനുള്ളതാണ്. എന്നിട്ട് ഇവിടുന്ന് സേവ് ചെയ്യാം. അപ്പൊ അവിടെ എമൗണ്ട് 2,750 വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ എമൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും, പകരം വാറ്റ് പേയബിളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അടുത്ത മാസം ഇനി നമ്മൾ പർച്ചേസും സെയിലും ചെയ്യുമ്പോഴേ ഈ ഒരു ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിക്ക് എമൗണ്ട് വരുള്ളൂ. ഇനി നമ്മൾ ഈ ഗവൺമെന്റിക്ക് അടക്കുമ്പോൾ ഇത് റിപ്പോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുത്തിട്ട് വാറ്റ് റിപ്പോർട്ട്സ് എടുക്കുക. അതിൽ വാറ്റ് 201 എടുത്തിട്ട് ഇപ്പൊ ഇവിടെ വാറ്റ് പേയബിളിലാണല്ലോ ഈ എമൗണ്ട് കാണിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് പേയ്മെന്റ് എടുക്കാനുണ്ട്. അതിനാണ് ഈ സ്റ്റാർട്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. Alt S ആണ് അതിന്റെ ഷോർട്ട് കീ. അപ്പൊ സ്റ്റാർട്ട് പേയ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് മാസത്തെയാണെന്ന് ചോദിക്കും, പീരീഡ് ചോദിക്കും. അപ്പൊ 1/1 മുതൽ 31/1 ആണ്. പേയ്മെന്റ് ടൈപ്പ് റെഗുലർ വാറ്റ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ പേയ്മെന്റ് വൗച്ചറിക്ക് വരും. അതിൽ അക്കൗണ്ടിൽ നമ്മൾ ബാങ്ക് ആയിട്ടാണെങ്കിൽ ബാങ്ക് കൊടുക്കുക. താഴെ വാറ്റ് പേയബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എമൗണ്ട് അവിടെ വന്നോളൂ 2,750. എന്നിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തു.
ഇപ്പൊ ഇവിടെ വാറ്റ് പെയ്ഡിലേക്ക് ആ ഒരു എമൗണ്ട് കയറിയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ഈ ഒരു റിപ്പോർട്ടിനെ ഫയലിംഗിന്റെ ഫോർമാറ്റിക്ക് മാറ്റി കൊടുക്കണം. അതിനാണ് ഇവിടുന്ന് എക്സ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ റിട്ടേൺ ഫോം ഉണ്ടാവും. റിട്ടേൺ ഫോം ചൂസ് ചെയ്യുക. അതിലിവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കോൺഫിഗർ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ ഈ നെയിം ഇൻ ഇംഗ്ലീഷിൽ എനിക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് അത് എൻ്റർ ചെയ്തിട്ട് ഇവിടെ എന്ത് പേരാണോ കൊടുക്കാനുള്ളത് അത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനത് ഫില്ല് ചെയ്യുന്നില്ല, നേരെ എക്സ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് റിട്ടേൺ ഫോമിലേക്ക് വരും. അപ്പൊ അത് കണ്ടത് റിട്ടേൺ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേരും TRN നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. പിന്നെ റിട്ടേൺ പീരീഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏത് എമിറേറ്റുമായിട്ടാണോ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ എമിറേറ്റിന്റെ പേരും എമൗണ്ട് ടാക്സ് എമൗണ്ട് കാണിക്കും. ടോട്ടൽ എമൗണ്ട് ഇവിടെ ഉണ്ടാവും. അതുപോലെ ടാക്സ് എമൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് റേറ്റഡ് എക്സ്പെൻസസിൽ കാണിക്കുന്നത്. ഇത് ഇൻപുട്ട് വാറ്റിന്റെ എമൗണ്ട് ആണ്. പിന്നെ നമ്മൾ അടക്കേണ്ടത് എത്രയാണെന്നുള്ളത് ഇവിടെ കാണാം. പേയബിൾ ടാക്സ് ഫോർ ദ പീരീഡ് ഇതാ 2,850 കാണാം. ഇത്രയാണ് റിട്ടേൺ ഫോമിൽ ഉണ്ടായിരിക്കുക. ഇനി ഈ ഒരു ഫോമിനെയാണ് നമ്മൾ FTA പോർട്ടലിൽ കയറിയിട്ട് ഫയലിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് പഠിക്കാം. താങ്ക് യു.